ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വൈറ്റ് സോസിൻ്റെ പാസ്ത റെസിപ്പി ആയിട്ട് വന്നിട്ടോ. ആൽഫ്രഡോ പാസ്ത എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റ് ക്രീമൊക്കെ വെച്ചിട്ട്, ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ അത് എന്താ പറയുക, പാസ്തന് ഒരുപാട് സൈസ് ഉണ്ടല്ലോ. അതിൽ ഞാൻ സാധാരണ മക്രോണി ഇല്ല, അതാണ് എടുത്തത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു പാത്രം നിറയെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിലും അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ, ആ പാസ്തക്ക് വേണ്ട ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വെന്ത് വരട്ടെ. ഈ സമയത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടുന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ സോസ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു 3/4 സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. അത് എന്തിനാ വയ്ക്കുന്നറിയാം, നമ്മൾ ബട്ടർ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം അത് കുറച്ച് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് തീരെ കുറച്ച് വെക്കുക. അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ. ഈ നമ്മൾ ബട്ടറിൽ ചെയ്യുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെക്കും വേണം. അതേപോലെ കുറച്ച് കട്ടിയുള്ള പാത്രം എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബട്ടർ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും കേട്ടോ. ബട്ടർ വെച്ച് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ബട്ടർ കരിയാൻ നോക്കണം. അതിലേക്ക് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഈ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. കരിഞ്ഞു പോവാതെ തന്നെ ചെറിയ തീയിട്ടിട്ട് കണ്ടില്ല, ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ക്രഷ്ഡ് ചില്ലി ഇല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അത് ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വെജിറ്റബിൾ ഏതാ കയ്യിലുള്ള ഇട്ട് കൊടുക്കുക. ഞാൻ ചെറുതായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഏതാണ്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമില്ലേ, അതിൻ്റെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 250ൻ്റെ ഒന്ന് ഫുള്ളും പിന്നെ കുറച്ച് ഒന്നിൻ്റെ പകുതിയും കൂടെ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന അളവ് അനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കുക. ഞാനൊരു 250 ഗ്രാം പാസ്ത വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. 250 അല്ല, അതിൻ്റെ ഒരു 300 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. അത് അത്ര വെച്ച് ചെയ്യുന്നത്. ഇത് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചെറിയ തീര് വെച്ചാൽ എല്ലാം തിളച്ച് വരട്ടെ. ആ സമയത്തൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, അടുക്കി പിടിക്കാതെ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം പാസ്തയിൽ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നല്ലോ. പിന്നെ ഈ സമയത്ത് ചിക്കൻ ഇഷ്ടമുള്ളവർ ചിക്കൻ ഇടാതെ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിപ്പിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തതാണ്. പിന്നെ അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ, ബർഗറൊക്കെ ഉണ്ടാക്കുന്ന ചീസാണ് കേട്ടോ. മറ്റേ മുസല്ല ചീസ് എടുക്കാതിരിക്കുക, അതിൽ കുറച്ച് പുളി ഉണ്ടാവുമല്ലോ. അത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വേവിപ്പിച്ചിട്ട് വെച്ച പാസ്ത ഇല്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി അത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക, തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പൊടിഞ്ഞു പോകാൻ നോക്കണേ. ഈ സമയത്ത് ഞാൻ കുരുമുളക് പൊടി കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പൊടിയാണ്, അത് ക്രഷ് ചെയ്ത കുരുമുളക് ആകുമ്പോൾ ഒന്നും നല്ലതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ സമയത്ത് വെള്ളം കുറവാണ്. നമ്മൾ ഈ പാസ്ത വേവിപ്പിക്കുമ്പോൾ ബാക്കി വരുന്ന വെള്ളം ഇല്ലേ, ഊറ്റി വെക്കുന്ന വെള്ളം ഉണ്ടാവില്ല, അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ടൈറ്റ് ആവാതെ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ ഈ പാസ്ത ഊറ്റുന്ന വെള്ളം തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിനാക്കി എടുക്കുക കേട്ടോ. ആ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണേ. ഞാനൊരു ഒരു
ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എന്താ പറയുക അത് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പിന്നെ ഫ്രഷ് മിൽക്ക് കുറച്ച് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ട പാസ്ത ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതേപോലെ ഒന്ന് വെറൈറ്റി ഒന്നും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തീർക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.